പലസ്തീനിലെ അതീവ ഗൗരവമായ സാഹചര്യം മനസ്സിലാക്കണം. പലസ്തീനിയൻ സഹോദരന്മാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം. പുതുവർഷത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് സർക്കാരിന്റെ കർശനമായ നിരോധനമുണ്ടായിരിക്കും. അതിനാൽ പാകിസ്ഥാനിൽ പുതുവത്സരത്തോടനുബന്ധിച്ച് ഒരു തരത്തിലുള്ള ആഘോഷവും പാടില്ല എന്നാണ് നിർദ്ദേശം. എല്ലാ പരിധികളും ലംഘിക്കപ്പെട്ട ആക്രമണമാണ് ഇപ്പോൾ ഗാസയിൽ നടക്കുന്നത്. ഇതുവരെ 21,000 പലസ്തീനുകാരാണ് കൊല്ലപ്പെട്ടത്. മറ്റു രാജ്യങ്ങളിൽ പുതുവർഷ ആഘോഷങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും പാകിസ്ഥാനിൽ വർഷങ്ങളായി അതല്ല സ്ഥിതി. രാജ്യത്ത് കാര്യമായ സ്വാധീനമുള്ള തീവ്ര ഇസ്ലാമിക് ഗ്രൂപ്പുകൾ ആഘോഷങ്ങൾക്ക് എതിരാണ്. അതിനാൽ തന്നെ പുതുവർഷ ആഘോഷങ്ങൾക്കുൾപ്പെടെ അപ്രഖ്യാപിത വിലക്കുണ്ട്. ബലം പ്രയോഗിച്ചു പോലും തീവ്രവാദ ഗ്രൂപ്പുകൾ ഇത്തരം ആഘോഷങ്ങൾ തടയാൻ ശ്രമിക്കുന്നുണ്ട്. പോലീസും ഇക്കാര്യത്തിൽ ഇടപെടാറില്ല. ഇത്തവണ സർക്കാർ തന്നെ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നതിനാൽ പോലീസിന്റെ ഇടപെടൽ കൂടുതൽ ഉണ്ടാവുമെന്നാണ് കരുതുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.